നമ്മുടെ ചൈനീസ് ഓറഞ്ചാണ് കേട്ടോ. ഇതിനകത്ത് ഇല കുറവാണ്. അപ്പോൾ ഇതാ പൂക്കാനൊക്കെ തുടങ്ങി, പൂത്തൊക്കെ വന്ന് പിടിച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇല കുറവാകുമ്പോഴാണെന്ന് തോന്നുന്നത് ഇത് കൂടുതലും പൂക്കാനൊക്കെ തുടങ്ങുന്നത്. നമുക്ക് ഇതുപോലെ അരിയില്ലാത്ത നാരകമുണ്ട് കേട്ടോ. നമുക്കത് പൂത്തിട്ടില്ല. നമുക്കൊന്ന് ഇലയൊക്കെ കുറച്ച് പിച്ചി കളഞ്ഞ് നോക്കാം അത് പൂക്കോ ഇല്ല എന്നുള്ളത് കേട്ടോ. ഇത് അരിയില്ലാത്ത നാരകമാണ് കേട്ടോ. നാരങ്ങ കുറച്ച് വലിപ്പം ഉണ്ടാവും. പിന്നെ പിടിച്ചിട്ടില്ല. പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് എങ്ങനെയാണെന്നറിയാം. നമുക്ക് നോക്കാം. ഇലയൊക്കെ പിച്ചിക്കളഞ്ഞാൽ ഇത് പെട്ടെന്ന് പൂക്കുമെന്ന് നമുക്ക് നോക്കാമല്ലോ. ചെറുനാരങ്ങ അല്ല, ചൈനീസ് നാരങ്ങ ഉണ്ടോ, ചൈനീസ് ഓറഞ്ചാണ് കേട്ടോ അത്. അതിൽ നമ്മളിതുപോലെ ഇലയില്ലാതിരുന്നപ്പം അതിൽ പൂവൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെയും കുറച്ച് ഇല കളഞ്ഞ് നോക്കാവേ. അത് പിടിക്കുമോ പൂക്കുമോ എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഇലയൊക്കെ പിച്ച് കളയുന്നത് കേട്ടോ. ഈ മുള്ളൊക്കെ ഉണ്ട്, സൂക്ഷിച്ച് വിൽക്കണം. ഇപ്പം ഞാൻ തന്നെ വീഡിയോയും പിക്കുന്നതാണ്. എനിക്ക് പേടിയാണ്. നമുക്ക് ഇലയെല്ലാം ഒന്ന് ഈ ഇപ്പറുള്ള ഭാഗത്തു നിന്ന് ഇലയൊക്കെ കുറച്ച് നമുക്ക് പിച്ചിക്കളഞ്ഞ് നോക്കാം. ഇത് പെട്ടെന്ന് പൂക്കുമെന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. മറ്റേ സൈഡിൽ അതവിടെ തന്നെ അങ്ങനെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇത് സക്സസ് ആവുകയാണെങ്കിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ചെയ്യാമല്ലോ. ഇത് ചെയ്ത് നോക്കാം അങ്ങനെ. ഇനി ചൈനീസ് ഓറഞ്ചിൽ ഇലയില്ലാതെ നിന്നപ്പം കുറേ അധികം പൂക്കുന്നുണ്ട്. ഇനിയിപ്പം നാരകത്തിൽ അങ്ങനെ പൂക്കത്തില്ലെന്ന് നമുക്കറിയില്ല. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. നമ്മൾ ഈ തണ്ടിൽ ഇലയൊക്കെ പിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇലയുടെ നിൽക്കുകയാണ്. നമുക്ക് പരീക്ഷിച്ച് നോക്കാം ഇതിനകത്ത് എത്രത്തോളം റിസൾട്ട് ഉണ്ടെന്ന്, പൂക്കുമെന്ന് കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി ഇത് പെട്ടെന്ന് പൂക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേതും പിച്ച് കളയാവേ. മറ്റേതിൽ നിന്നും പിച്ച് കളഞ്ഞ് നമുക്ക് നാരകം പെട്ടെന്ന് പിടിക്കാൻ വേണ്ടി നോക്കാം. എന്തായാലും ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, ഇതിൻ്റെ റിസൾട്ടൊക്കെ.